കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും പ്രശസ്തരായ ബൈക്ക് റൈഡർമാരുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടുപിടിച്ച് അത് ഹൈറേഞ്ചിൽ അവതരിപ്പിക്കുകയാണ് ബ്ലാക്ക് ലിസ്റ്റ് എന്ന ഈ ടീം. ബൈക്ക് റൈഡിംഗ് രംഗത്ത് ഹൈറേഞ്ചിൽ നിന്നുള്ള ബ്ലാക്ക് ലിസ്റ്റ് ടീം പുത്തൻ പ്രതീക്ഷയാവുകയാണ്. കോഴിക്കോട്, കോയമ്പത്തൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സജീവമായ ബൈക്ക് സ്റ്റണ്ടിംഗ് ഇപ്പോൾ ഹൈറേഞ്ചിലും തരംഗമാകുന്നു. ബ്ലാക്ക് ലിസ്റ്റിലെ 15-ൽ പരം യുവാക്കളാണ് പരിശീലനം നേടി ഈ രംഗത്ത് സജീവമാകുന്നത്. കോഴിക്കോട് ഔട്ട്ലോസ് ടീമിലെ അംഗം ഹർജോദിന്റെ ശിക്ഷണത്തിലാണ് ഇവർ പരിശീലനം നേടിയത്. കൂടാതെ എറണാകുളം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ ബൈക്ക് റൈഡർമാരുടെ പ്രകടനങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. എല്ലാ ഞായറാഴ്ചകളിലും അഞ്ചുരുളി തടാകത്തിന് സമീപമാണ് ഇവർ പരിശീലനം നടത്തുന്നത്. ശരത്ലാൽ സോജൻ, സുബൈർ ഖാൻ എന്നിവർ ടീമിന് നേതൃത്വം നൽകുന്നു. ബൈക്ക് അപകടങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് സംഘം പ്രവർത്തിക്കുന്നത്. അമിത വേഗവും അശ്രദ്ധമായുള്ള ഡ്രൈവിംഗും മൊബൈൽ ഫോൺ ഉപയോഗവുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ഇവർ പറയുന്നു. ഈ സ്ഥലങ്ങളിൽ പോയി സ്റ്റണ്ട് ചെയ്യുന്നവരുടെ എല്ലാ അഭിപ്രായം കേട്ടും കണ്ടും പരിചയപ്പെട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലും നമ്മുടെ ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെ വളരെ CC കൂടിയ ബൈക്കുകൾ യൂസ് ചെയ്യുന്ന ചെറുപ്പക്കാർ വളരെ അധിക സ്പീഡിലും ഹെൽമെറ്റ് എന്ന പോലെ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ ഭയങ്കര ഷൈനിങ്ങിലും ഇതെല്ലാം ഓടിക്കുന്നതുകൊണ്ടാണ് ഈ അപകടങ്ങൾ വരുന്നത്. അപകടകരമായ രീതിയിലോ അമിത വേഗതയിലോ ബൈക്ക് ഓടിക്കില്ലെന്നും ഹെൽമെറ്റ് നിർബന്ധമായും ഉപയോഗിക്കുമെന്നുമുള്ള നിബന്ധനകളടങ്ങിയ സമ്മതപത്രത്തിൽ ഒപ്പിടുവിച്ച ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റിൽ അംഗങ്ങളെ ചേർക്കുന്നത്. വീലിംഗ്, റോളിംഗ് സ്റ്റോപ്പി, ഹൈ ചെയർ സ്റ്റോപ്പി, ക്രൈസ്റ്റ്, സർക്കിൾ വീലിംഗ്, ബേൺഔട്ട്, കോമ്പസ്, ഡ്രിസ്റ്റിംഗ്, കങ്കാരു സ്റ്റോപ്പി എന്നീ ഇനങ്ങളെല്ലാം ഇവർ അനായാസം ചെയ്യും. ഇന്ത്യയിലെ പ്രമുഖ റൈഡേഴ്സായ ഗോസ്റ്റ് റൈഡേഴ്സിന്റെ കടുത്ത ആരാധകരാണ് ഇവർ. അരുൺ രാജ് വിശ്വംഭരൻ, മോബിൻ, ഇയൻ അനൂപ്, ശ്യാം, അരുൺ, സിദ്ധാർത്ഥ്, അഭയ്, ലിജിൻ, അനൂപ്, അജി, അരുൺ എന്നിവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. കൃത്യമായ പരിശീലനവും സുരക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ബ്ലാക്ക് ലിസ്റ്റ് എന്ന ഈ ടീം ബൈക്ക് സ്റ്റണ്ടിംഗ് നടത്തുന്നത്. ഇത് ആരും അനുകരിക്കരുത് എന്ന അഭ്യർത്ഥനയോടെ ക്യാമറമാൻ ബിനു ജോർജിനൊപ്പം എസ് സൂര്യലാൽ, കേരള വിഷൻ, ഇടുക്കി ന്യൂസ്.